ലാബ് അസിസ്റ്റന്റ് അപേക്ഷകർ 5.13 ലക്ഷം. പരീക്ഷ എഴുതാൻ ഒക്ടോബർ 11-നകം ഉറപ്പ് നൽകണം. ഹയർ സെക്കൻഡറി വകുപ്പിൽ ലബോറട്ടറി അസിസ്റ്റന്റ് പ്രാഥമിക പരീക്ഷ ഡിസംബർ 28-ന് നടത്തും. 10ാം തലം തസ്തികകളുടെ കൂട്ടത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രാഥമിക പരീക്ഷ വിജയിക്കുന്നവർക്ക് അടുത്ത വർഷം മുഖ്യ പരീക്ഷ നടത്തും. അതിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത്. 14 ജില്ലകളിലേക്കായി 5,13,137 പേർ അപേക്ഷിച്ചു. ഇവർക്ക് പ്രാഥമിക പരീക്ഷ എഴുതണമെങ്കിൽ ഒറ്റത്തവണ പ്രൊഫൈലിലൂടെ ഉറപ്പ് നൽകണം. ഒക്ടോബർ 11 രാത്രി 12 മണിവരെയാണ് അതിനുള്ള അവസര സമയം. ഉറപ്പ് നൽകാത്തവരുടെ അപേക്ഷ PSC അസാധുവാക്കും. ഏറ്റവും കൂടുതൽ അപേക്ഷകർ തിരുവനന്തപുരത്താണ്. 86,572 പേരും. കുറവ് പത്തനംതിട്ടയാണ്. 15,484 പേരാണ്. നിലവിൽ 93 ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഒഴിവ് എറണാകുളത്താണ്, 17 എണ്ണം. ഇടുക്കിയിൽ നിന്ന് ഒരു ഒഴിവ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ പട്ടികയിൽ നിന്ന് 788 നിയമന ശുപാർശ. ഇതിനു മുൻപത്തെ റാങ്ക് പട്ടിക 2019 അവസാനവും 2020 ആദ്യവുമായാണ് ജില്ലകൾ പ്രസിദ്ധീകരിച്ചത്. 2022-23 വർഷങ്ങളിലായി റാങ്ക് പട്ടികകളുടെ കാലാവധി അവസാനിച്ചിരുന്നു. പട്ടിക നിലവിലില്ലാത്തതിനാൽ ഒരു വർഷമായി നിയമനങ്ങൾ നടക്കുന്നില്ല. കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്ന് ആകെ 788 നിയമനങ്ങൾ നടന്നു. തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിലാണ് കൂടുതൽ നിയമനങ്ങൾ ഉണ്ടായത്. 88 വീതം കോട്ടയത്തുണ്ടായിരുന്നു. ഏറ്റവും കുറവ് 10 എണ്ണം. 2017 ശേഷം 2023 ഈ തസ്തികയ്ക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത്. ഇത്തവണ 2 ഘട്ട പരീക്ഷയിലൂടെയാണ് റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത്. ഇതില് ലാബ് അസിസ്റ്റന്റ് അപേക്ഷകരും കഴിഞ്ഞ നിയമനവുമാണ് കൊടുത്തിട്ടുള്ളത്. അതില് തിരുവനന്തപുരത്തെ അപേക്ഷകർ 82,572 ആണ്. റിപ്പോർട്ട് ചെയ്ത ഒഴിവ് 12 ആണ്. കഴിഞ്ഞ തവണത്തെ നിയമന ശുപാർശ തിരുവനന്തപുരത്ത് 88 ആയിരുന്നു. അതുപോലെ തന്നെ കൊല്ലത്തിലെ അപേക്ഷകര് 49,725 ആണ്. റിപ്പോർട്ട് ചെയ്ത ഒഴിവ് 8 ആണ്. കഴിഞ്ഞ തവണത്തെ നിയമന ശുപാർശ 69 ആണ്. പത്തനംതിട്ട ജില്ലയിലെ അപേക്ഷകർ 15,484 ആണ്. റിപ്പോർട്ട് ചെയ്ത ഒഴിവ് 5 ആണ്. കഴിഞ്ഞ വർഷത്തെ നിയമന ശുപാർശ 16 ആണ്. ആലപ്പുഴ ജില്ലയിലെ അപേക്ഷകർ 31,981 ആണ്. റിപ്പോർട്ട് ചെയ്ത ഒഴിവ് 3 ആണ്. കഴിഞ്ഞ വർഷത്തെ നിയമന ശുപാർശ 39. കോട്ടയം ജില്ലയിൽ 21,285 അപേക്ഷകരും ഒരു ഒഴിവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷ നിയമനം 10 ആയിരുന്നു. അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ അപേക്ഷകർ 16,133 ആണ്. ഒഴിവ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ തവണത്തെ നിയമന ശുപാർശ 32 ആയിരുന്നു. എറണാകുളം ജില്ലയിലെ അപേക്ഷകർ 51,461 ആണ്. റിപ്പോർട്ട് ചെയ്ത ഒഴിവ് 17 ആണ്. കഴിഞ്ഞ തവണത്തെ നിയമന ശുപാർശ 70 ആണ്. തൃശൂർ ജില്ലയിൽ അപേക്ഷകരുടെ എണ്ണം 34,236 ആണ്. റിപ്പോർട്ട് ചെയ്ത ഒഴിവ് 8 ആണ്. കഴിഞ്ഞ വർഷത്തെ നിയമന ശുപാർശ 86 ആണ്. പാലക്കാട് ജില്ലയിലെ അപേക്ഷകർ 46,916 ആണ്. റിപ്പോർട്ട് ചെയ്ത ഒഴിവ് 4 ആണ്. കഴിഞ്ഞ വർഷത്തെ നിയമന ശുപാർശ 85. മലപ്പുറം ജില്ലയിലെ അപേക്ഷകർ 45,555 ആണ്. റിപ്പോർട്ട് ചെയ്ത ഒഴിവ് 5 ആണ്. കഴിഞ്ഞ വർഷത്തെ നിയമനം 88 ആണ്. കോഴിക്കോട് ജില്ലയിലെ അപേക്ഷകർ 46,633 ആണ്. റിപ്പോർട്ട് ചെയ്ത ഒഴിവ് 15 ആണ്. കഴിഞ്ഞ വർഷത്തെ നിയമനം 61 ആണ്. വയനാട് ജില്ലയിൽ 15,686 പേർ അപേക്ഷിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്ത ഒഴിവ് 2 ആണ്. കഴിഞ്ഞ വർഷത്തെ നിയമനം 28 ആണ്. കണ്ണൂർ ജില്ലയിലെ അപേക്ഷകർ 32,363 ആണ്. റിപ്പോർട്ട് ചെയ്ത ഒഴിവ് 8 ആണ്. കഴിഞ്ഞ തവണത്തെ നിയമന ശുപാർശ 67 ആണ്. കാസർഗോഡ് ജില്ലയിലെ അപേക്ഷകർ 19,106 ആണ്. റിപ്പോർട്ട് ചെയ്ത ഒഴിവ് 5 ആണ്. നിയമന ശുപാർശ കഴിഞ്ഞ തവണ 49 ആയിരുന്നു. അങ്ങനെ അപേക്ഷകർ, അതായത് 14 ജില്ലകളിലായി അപേക്ഷകരുടെ എണ്ണം 5,13,137. റിപ്പോർട്ട് ചെയ്ത ആകെ ഒഴിവ് 93. കഴിഞ്ഞ തവണത്തെ ആകെ നിയമന ശുപാർശ 788.